ഗിരീഷിന്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് അവസാനിക്കുമല്ലോ. സമാധാനം മഞ്ജു മാത്രമേ ഉള്ളൂ. അകത്തേക്ക് കയറുക മഞ്ജു. ഇല്ല, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ഞാനിപ്പോ തന്നെ പോവും. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതുകൊണ്ടാ വന്നത്. എന്താ മഞ്ജു? വർഷങ്ങൾക്ക് മുമ്പ് ഗിരിയൻ എന്നോടൊരു തെറ്റ് ചെയ്തു. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് അതിനോട് ക്ഷമിക്കാൻ കഴിയാത്തോണ്ട് ഞാൻ ഗിരിയേട്ടനിൽ നിന്നും ദൂരേക്ക് പോയി. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഞാനെടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ ആ തീരുമാനം എടുത്തപ്പോൾ ഒരു അച്ഛനെന്ന നിലയിൽ ഗിരിയേന്റെ അവകാശങ്ങൾ നിഷേധിച്ചു എന്ന് എനിക്ക് തോന്നി. അമ്മ വളരുന്നത് ഗിരിയേന് കാണാൻ സാധിച്ചില്ല. അവളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവാനും കഴിഞ്ഞില്ല. ഇതൊന്നും ഞാൻ ഗിരിയേനെ ശിക്ഷിക്കാൻ വേണ്ടി ചെയ്തതല്ല. അന്നത്തെ മാനസികാവസ്ഥയില് ഗിരിയേന്റെ മുഖം പോലും എനിക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. മോളെ മാത്രമായിട്ട് എനിക്ക് വിട്ടുതരാനും പറ്റില്ലായിരുന്നു. എനിക്കിങ്ങനെ ഒരു വിശദീകരണം തരേണ്ട കാര്യമില്ല. ഇതെല്ലാം വരുത്തി വെച്ചത് ഗിരിയേട്ടൻ തന്നെയാ. പക്ഷേ അമ്മോൻ അച്ഛന്റെ സ്നേഹം നഷ്ടപ്പെടരുതെന്ന് കരുതിയാ ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നേ. അവളെ കാണാനും സംസാരിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ ഗിരിയേട്ടന് തന്നിട്ടുമുണ്ട്. എന്നിട്ട് ഇത്രയും കാലമായിട്ടും ഗിരിയേട്ടൻ അമ്മോനെ ഒന്ന് കാണാൻ പോലും ശ്രമിക്കാത്തത് എന്തുകൊണ്ടാ? അവളെ ഈ വീട്ടിലേക്ക് ഞാൻ അയക്കാറുള്ളത് ഗിരിയേട്ടനെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാ. അപ്പൊ ഗിരിയേട്ടൻ അവളെ കാണാതിരിക്കാൻ മനഃപൂർവ്വം ഓടി രക്ഷപ്പെടുന്നു. ഗിരിയേട്ടൻ തന്നെയാ അവളോട് കൂടുതൽ അടുക്കാൻ അവസരം വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചത്. ഞാനായിട്ട് അവസരം ഒരുക്കി തരുമ്പോ ഗിരിയേട്ടൻ അത് തട്ടിക്കളയാ. ഗിരിയേട്ടന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗിരിയേട്ടനെ ആ ജിക്കെ കണ്ടു പഠിക്കണം. എത്ര പെട്ടെന്നാ അയാൾ അമ്മുവിനോട് അടുത്തെന്നറിയോ? അമ്മു നാവെടുത്ത ഇപ്പോ അയാളെ കുറിച്ച് മാത്രമാ സംസാരിക്കുന്നത്. ഇത് സന്തോഷിക്കാനുള്ള കാര്യമാണോ? ഗിരേന്റെ സ്ഥാനത്ത് ഇപ്പൊ മോള് കാണുന്നത് ജിക്കെയാ. സ്വന്തം മകള് മറ്റൊരാളെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്നുണ്ടെന്നറിയുമ്പോ ഏതെങ്കിലും ഒരു അച്ഛൻ സന്തോഷിക്കോ? ഗിരിയേട്ടന് ഞാനും അമ്മു ഇങ്ങോട്ട് വരുന്നതോ ഗിരിയേട്ടന്റെ ജീവിതത്തിന്റെ ഭാഗമാവുന്നതിലോ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇത്രയും കാലം ഒറ്റയ്ക്ക് മോളെ നോക്കാൻ എനിക്കറിയാമെങ്കിൽ ഇനിയും എനിക്കതിന് സാധിക്കും. മഞ്ജു, അങ്ങനെയൊന്നും പറയരുത്. എനിക്കും അമ്മുവിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, അതിനുവേണ്ടി ബുദ്ധിമുട്ടും കൂടെ വേണം. അച്ഛന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം പറയാതെ തന്നെ ഏറ്റെടുത്ത് ചെയ്യണം. അവൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം. ഇതൊന്നും ചെയ്യാതെ അവള് സ്നേഹിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്തർത്ഥം ഉള്ളത്? അമ്മുവിന് എന്നോട് എന്തുമാത്രം ദേഷ്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ പേടിയാണ് മഞ്ജു. ഗിരിയേട്ടൻ വലിയ ധൈര്യശാലിയായിരുന്നല്ലോ. എന്നിട്ടിപ്പോ ഒരു ചെറിയ കുട്ടിയെ പേടിയാണെന്നാണോ പറയുന്നത്? അമ്മു എന്ത് പറഞ്ഞാലും കേട്ട് നിൽക്കണം. അവൾക്ക് ഗിരിയേട്ടനോട് ദേഷ്യപ്പെടാനുള്ള അധികാരമില്ലേ? ഇതൊന്നും അമ്മുവിനോട് ഗിരിയേട്ടൻ അകലം പാലിക്കാനുള്ള തക്കതായിട്ടുള്ള കാരണമല്ല. എന്റെ അവസ്ഥ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല മഞ്ജു. ഞാനാണ് അവളുടെ അച്ഛനെന്നറിയുമ്പോൾ അമ്മു സന്തോഷിക്കണം, അഭിമാനിക്കണം. അത് മാത്രം എന്റെ ആഗ്രഹം. അങ്ങനൊരു സാഹചര്യം ഉണ്ടാവുന്നതുവരെ അമ്മുവിന് അവളുടെ അച്ഛന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും. പക്ഷെ അത് ഗിരിയേട്ടൻ നിന്നെ ഹലോ. ഒളിഞ്ഞു നിന്നെല്ലാം കേൾക്കായിരുന്നല്ലേ? അങ്ങനെ കേട്ടിരുന്നില്ലെങ്കിൽ നീ ഇത്ര വലിയ കള്ളിയാണെന്ന് എനിക്ക് മനസ്സിലാവുമോ? നീ ഗിരിയേട്ടന്റെ പുറകെ ഒരിക്കലും നടക്കില്ലെന്ന് കുറെ വീമ്പ് പറഞ്ഞല്ലേ? എന്നിട്ടിപ്പൊ നീ എന്താ ചെയ്യുന്നത്? ഞാനേ എനിക്ക് വേണ്ടി സംസാരിക്കാനല്ല വന്നത്, എന്റെ മകൾക്ക് വേണ്ടിയാ. ഓ, അതാവുമ്പോ ആർക്കും നിന്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. മോളെ ഒറ്റയ്ക്ക് നോക്കാൻ കഴിവുണ്ടെന്ന് പറയുന്ന നീ എന്തിനാ അമ്മുവിനെ ശ്രദ്ധിക്കാത്തതിന് ഗിരിയേട്ടനെ ചീത്ത വിളിക്കുന്നത്?
എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. മോളെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് കളി കളിക്കാൻ നിനക്ക് നാണമില്ലേ? മാധവന്റെ മകളിൽ നിന്നും ഞാൻ കുറച്ചുകൂടെ മാന്യത പ്രതീക്ഷിച്ചു. ഡീ, മഞ്ജു, ശ്ശേ. എന്റെ അച്ഛന്റെ പേര് നിന്റെ വൃത്തികെട്ട നാവിൽ ഒരു തവണ കൂടി വന്നാ പിന്നെ ഞാൻ കൊന്നാളയും. നിനക്ക് വേണ്ടി ചോദിക്കാനേ ഒരു പട്ടിക്കുഞ്ഞു പോലും വരില്ല. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചോണം.